ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് സർദോസി യൂസ് ചെയ്തിട്ടുള്ള സ്റ്റെം സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്നാണ്. അതിന് വേണ്ടിയിട്ട് ഒരേ ലെങ്ത്തിൽ കുറച്ച് സർദോസി എങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈനിലാണ് സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരോ സർദോസിയായിട്ട് നമ്മൾ ഈ നീഡിലേക്ക് ഇങ്ങനെ കയറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യും പോലെ ഒരു ലൂപ്പിനെ ആദ്യം ഇങ്ങനെ എടുത്തു കൊടുക്കുക. ഈ ഒരു ലൂപ്പിലേക്ക് നമ്മളൊരു സർദോസിയെ ഇങ്ങനെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടുപ്പിച്ചതിന് ശേഷം ഈ ലൈനിൽ തന്നെ നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് എടുത്ത് കൊടുക്കുക. തൊട്ടടുത്തായിട്ട് ഒരു ചെയിൻ ലോക്കും കൂടെ എടുത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ തൊട്ട മുകളിലേക്ക് പോയിട്ട് ഈ ഒരു സർദോസിയുടെ സെൻറ്ററിലായിട്ട് നമ്മൾ അതേ ലൈനിൽ തന്നെ ഒരു ചെയിൻ എടുക്കുക. വീണ്ടും ആ ലൈനിൽ തന്നെ ഒരു ചെയിൻ ലോക്കും കൂടെ എടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു സർദോസി കൂടെ ഈ ഒരു നീഡിലേക്ക് കയറ്റിയെടുക്കുക. എന്നിട്ട് ഈ ലൂപ്പിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് അടുപ്പിച്ചതിന് ശേഷം ഇതേ ലൈനിൽ തന്നെ വീണ്ടും നമ്മളൊരു ചെയിൻ എടുത്ത് കൊടുക്കുക. തൊട്ടടുത്തായിട്ടൊരു ചെയിൻ ലോക്കും കൂടെ എടുത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും മുകളിലേക്ക് പോയിട്ട് ഇപ്പോൾ കുത്തിയ സർദോസിയുടെ സെൻറ്ററിലായിട്ട് നമ്മളിങ്ങനെ കുത്തുമ്പോൾ ആദ്യത്തേതിൻ്റെ എൻഡിങ്ങും ഇപ്പോൾ കുത്തുന്നതും ഒരേ സ്ഥലത്തായിരിക്കും വരുന്നത്. എന്നിട്ട് ആ ഒരു ലൈനിലേക്ക് കണക്കാക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു ചെയിൻ എടുക്കുക, ഒരു ചെയിൻ ലോക്കും കൂടെ എടുത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്തതുപോലെ വീണ്ടും ഒരു സർദോസിയെ ഈ ഒരു ലൂപ്പിലേക്ക് ഇറക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് അടുപ്പിച്ചതിന് ശേഷം ഈ ഒരു ലൈനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു ചെയിൻ എടുത്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെയിൻ ലോക്കും കൂടെ എടുത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോവുക. സർദോസിയുടെ സെൻറ്ററിലായിട്ട് അതേ ലൈനിൽ തന്നെ നമ്മളൊരു ചെയിൻ എടുത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കുത്തുന്ന ടൈമിൽ നമ്മൾ ആദ്യം കുത്തിയിട്ടുള്ള ത്രെഡിൻ്റെ ഉള്ളിലൊന്നും പോയി കുരുങ്ങാത്ത രീതിയിൽ വേണം നമ്മൾ നോക്കിയിട്ട് കുത്താൻ വേണ്ടിയിട്ട്. എവിടെയായാലും നമ്മൾ ചെയിൻ ലോക്കും ഇട്ട് കൊടുക്കുക എന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു സർദോസിയും കൂടെ ഈ ഒരു ത്രെഡിലേക്ക് കയറ്റിയതിന് ശേഷം വീണ്ടും ഈ ലൈനിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ചെയിൻ എടുത്ത് കൊടുക്കുക. തൊട്ടടുത്തായിട്ട് ഒരു ചെയിൻ ലോക്കും കൂടെ എടുത്ത് കൊടുക്കുക. വീണ്ടും മുകളിലേക്ക് പോവുക. ആ ലൈനിൽ തന്നെ ഒരു ചെയിൻ എടുക്കുക, ഒരു ചെയിൻ ലോക്കും കൂടി എടുത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളൊരു സർദോസിയ ഈ നീഡിലേക്ക് കയറ്റിയെടുക്കുക, ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. ഇങ്ങനെ ആ ലൈനിലേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ചെയിനും ഒരു ചെയിൻ ലോക്കും കൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് എവിടെയാണോ എൻഡിങ് വേണ്ടത് അവിടെ വെച്ചിട്ട് എൻഡ് ലോക്കും ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ഒരു കയറുപിരി പോലത്തെ ഒരു എഫക്റ്റ് കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ മുകളിലേക്ക് പോയിട്ട് കുത്തുന്നത് കറക്റ്റ് സർദോസിയുടെ സെൻറ്ററിലായിട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു കയറുപിരിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ.